കാര്യം നമസ്കാരം. 3 ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം മാത്രമല്ല, അരി കഴുകിയ വെള്ളവുമുണ്ട്, പരിപ്പ് കഴുകിയ വെള്ളമുണ്ട്. നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ അരിക്കുന്ന അതിൻ്റെ മാവ് പാത്രം കഴുകി ഒഴിക്കത്തില്ലേ, ആ മാവിൻ്റെ വെള്ളമുണ്ട്. അതെല്ലാം മിക്സ് ചെയ്ത വെള്ളമാണ്. 3 ദിവസം പുളിപ്പിച്ചതാണ്. അപ്പം ഞാനിപ്പം വഴുതനയ്ക്കും അല്ലാതെ വേറെ 2-3 ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1 കപ്പ് എടുക്കുന്നത്. അതായത് ഒഴിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ തന്നെ നെല്ലിക്ക വലിപ്പത്തിൽ ശർക്കരയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. പഴത്തൊലി അതിന് മുമ്പേ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു സ്ലറിയാണ് ഇത്. ഈ ഇല്ലിക്കമ്പൻ ഇതിനൊരു ചുവട്ടിൽ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഒരു 1.5 കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നല്ലതുപോലെ കാ ഉണ്ടാകാനും തണ്ടുകനം കിട്ടാനും അതുപോലെ തന്നെ ഇലകൾക്ക് നല്ലതുപോലെ ഇലകൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഇഷ്ടം പോലെ പൂവുണ്ടാകാനും കായ ഉണ്ടാകാനും സഹായിക്കുന്ന ഒരു സ്ലറിയാണല്ലോ. അതുകൊണ്ട് അതാണ് ഞാൻ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ചുവട്ടിലെ മണ്ണ് നമുക്കൊന്ന് മാറ്റി വെച്ച് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഈ മണ്ണ് മാറ്റി വെച്ച് ചെടിച്ചട്ടിയുടെ വലിപ്പത്തിലാണ് ഞാൻ തടവ് എടുത്തിട്ടുള്ളത്. വലിയ തടവല്ല, കുഞ്ഞു തടവാണ്. ഇതിൽ കരിയിലയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആര്യവേപ്പിൻ്റെ ഇലയും ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ലതുപോലെ ദ്രവിച്ച് വളമായിട്ടുണ്ട്. ഇപ്പോൾ കരിയില മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒരു 1.5 കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഈ കരിയില അതിൻ്റെ പുറത്ത് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണൂടെ ഇട്ട് കൊടുക്കാം. അതാണ് ഞാൻ ഇന്ന് അതിന് കൊടുക്കുന്ന വളം. വേറെ വളങ്ങളൊന്നും ഞാൻ കൊടുക്കാറില്ല. ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇതുവരെ. ഇട്ട് കൊടുക്കരുത് എന്നല്ല, ഇട്ട് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 8 കൂട്ടം പിണ്ണാക്കാണ് എല്ലാ ഇതിനും ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 8 കൂട്ടം പിണ്ണാക്ക് പൊടിയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് പോലെ ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നമുക്ക് ലാഭം. നല്ല രീതിയിൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിഷ് അമിനോ ആസിഡും ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്.